ഇവിടെ ഓട് നമുക്ക് പഴയത് പൊളിച്ചത് ഒരുപാട് ബാക്കിയുണ്ട്, ഒത്തിരി ഓട് ബാക്കി. അപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ അത് കൊടുക്കുക അറിഞ്ഞപ്പോൾ ഇത് നിസ്സാരമായിട്ടുള്ള പൈസ കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണമാണ് നമുക്കത് ഒരു പ്ലാനിങ് വന്നു. അപ്പോൾ എന്നാൽ ഫ്രണ്ട് നമുക്ക് ഓട് വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് മതിലാണ്ട് കെട്ടാന്നുള്ള പ്ലാനിങ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഫില്ലർ വെക്കുക, നാലടി വേപ്പിൽ ഓരോ ഫില്ലറുകളാണ് കെട്ടുക. എന്നിട്ട് ഇതേമാതിരി അടുക്കി അങ്ങോട്ട് കെട്ടുക തന്നെ ഒരു 3 വരിക്ക് 3 വരിയായിട്ട് ഓട് വയ്ക്കുക. നമ്മൾ കുത്തി നിർത്തിയിട്ട് വയ്ക്കുക, അടിപൊളിയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളതിൻ്റെ പ്ലാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെയാണ് ഇപ്പോൾ കെട്ടിയ വരിക. ഇനി നമുക്കത് ഡിസൈൻ ഇപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ള പ്ലാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് ഏകദേശം നമുക്ക് വാർപ്പിൻ്റെ പറഞ്ഞാൽ ബാക്കൊക്കെ വാർപ്പാണ്, സിറ്റ് ഔട്ട് ഇതൊക്കെ. മേലെ നമ്മൾ ബാക്കി സെറാമിക് ഓട് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാക്കി ഇവിടെ ഒരു കിണർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതിന് ഒന്നുകൂടി ഡിസൈൻ ചെയ്യാനുണ്ട്. ബാക്കി ടൈലിൻ്റെ പണി നടക്കുന്നുണ്ട്, സീലിംഗ് പണി ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ പണിക്കാരും ഒപ്പമുണ്ട് കേട്ടോ, സീലിംഗ് വേരും ടൈലേരും പടവേരും തേപ്പേരും ഒക്കെ. നമ്മളിത് ബാക്കിയുള്ള ഏത് പണിക്ക് നമ്മൾ ചെട്ടികൾ സിമെൻ്റാണ് ഉപയോഗിക്കുന്നത്, നിലം പണിക്കുന്നതിനൊക്കെ. അതിനൊക്കെ വാർപ്പിനൊക്കെ നമ്മൾ DST എന്ന സാധനമൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അത് സീലിങ്ങിൻ്റെ വർക്ക് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇങ്ങനെയാണ് ഓട് വെച്ചിട്ടുള്ള കാരണം അടിയിൽ സീലിംഗ് ചെയ്യുന്നത്, ചെരുവാക്കിയിട്ട്. ഇതൊക്കെ സീലിംഗ് ഫൈനലായിട്ടോ. അതിലൊക്കെ നമ്മൾ ബാഗിൻ്റെ ഒക്കെ ഇപ്പോൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് വരുന്നത്. വുഡ് ലെവലിലായിക്കോട്ടെ ഈ കളറ് മോഡലാക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ടൈൽ ഒട്ടിക്കൽ കഴിഞ്ഞിരുന്നു. നമുക്കിവിടെ ഈ 3 ബെഡ്റൂമിൽ 3 ബാഗിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒട്ടിക്കൽ കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു ഇസ്തിരി ഇടാനുള്ളൊരു ഏരിയയാണ്. ഈ റൂമിൽ എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ ബാഗിൻ്റെ. നമ്മൾ പുറത്തേക്ക് 2 അടിക്ക് സ്ലാബ് വാർത്തിട്ട് ചെയ്യുക. 2 അടിക്ക് ആക്കുമ്പോൾ നമ്മൾ 60-70 സെൻറ്റിമീറ്റർ പുറത്തേക്ക് വാർക്കുക. നമുക്ക് 2 അടിയുടെ ടൈല് കറക്റ്റ് നമുക്ക് കട്ട് ചെയ്യാതെ വെക്കാൻ പറ്റും. അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതല്ലായിരുന്നു. ഇതിന് ടൈൽ കട്ടിങ് വരും കേട്ടോ. അത് നമ്മൾ മരങ്ങളിലൊക്കെ ഇതിൽ കട്ടിലും ജനലൊക്കെ ഫുള്ള് ഉപയോഗിച്ചാൽ WPC കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് വരുന്നത് അങ്ങനെയാണ്. WPC ആണ് ഈ സംഭവം കേട്ടോ. ഇത് പോളിഷ് റാഡ് 12 മീറ്ററൊക്കെയാണ്. ഇത് ഫ്രണ്ട് കട്ടില ഒക്കെ WPC ആണ്. അതിന് ചതൽ, നനവ്, ഈർപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ വിൻഡോസും കംപ്ലീറ്റ് WPC ആണ്. അപ്പോൾ ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.